അമേരിക്കൻ സെനറ്റിന്റെ തളങ്ങളിൽ കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് സമാനതകളില്ലാത്ത നാടകീയ രംഗങ്ങളായിരുന്നു. ഇറാനുമായുള്ള യുദ്ധത്തിന്റെ ഭീമമായ ചിലവുകളെ ചൊല്ലി പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തിനെ സെനറ്റർമാർ കടന്നാക്രമിച്ചപ്പോൾ അത് ട്രംപ് ഭരണകൂടത്തിന്റെ വിദേശ നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധമായി മാറി. നികുതിദായകരുടെ പണം യുദ്ധഭൂമിയിൽ ഒഴുക്കുന്നതിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും ഒരുപോലെ ഉയർന്നു വന്നത്. പെന്റഗൺ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇറാൻ സംഘർഷത്തിനായി ഇതുവരെ 29 ബില്യൺ ഡോളറാണ് അമേരിക്ക ചിലവാക്കുന്നത്. ഈ കണക്ക് പുറത്തു വന്നതോടെയാണ് ജനപ്രതിനിധികൾ സഭയിൽ ആഞ്ഞടിച്ചത്. സാധാരണക്കാരായ അമേരിക്കക്കാരുടെ ജീവിത നിലവാരം തകരുമ്പോൾ ഇത്രയും വലിയ തുക യുദ്ധത്തിനായി ചിലവഴിക്കുന്നത് നീതീകരിക്കാനാവില്ലെന്ന് സെനറ്റർ പാറ്റി മുറെ ഉൾപ്പെടെയുള്ളവർ വാദിച്ചു. സഭയിൽ നടന്ന ചൂടേറിയ ചർച്ചകൾക്കിടയിൽ ഹെക്സത്തിനെതിരെ അഭിനയം നിർത്തി മറുപടി പറയൂ എന്ന കടുത്ത പരാമർശം വരെ ഉയരുകയുണ്ടായി. യുദ്ധത്തിന്റെ യഥാർത്ഥ ആഘാതത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാതെയാണ് പെന്റഗൺ മുന്നോട്ടു പോകുന്നതെന്ന ആരോപണം ഹെക്സത്തിനെ പ്രതിരോധത്തിലാക്കി. ഭരണകൂടത്തിന്റെ മുൻഗണനകൾ തെറ്റാണെന്ന വികാരം സെനറ്റിൽ ശക്തമായി പ്രതിഫലിച്ചു. അമേരിക്കയിലെ ആരോഗ്യ മേഖലയും ശിശു സംരക്ഷണ പദ്ധതികളും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴാണ് ഈ യുദ്ധക്കൊതിയെന്നായിരുന്നു സെനറ്റിലെ പ്രധാന വിമർശനം. സാധാരണ കുടുംബങ്ങൾ ദൈനംദിന ജീവിതത്തിനായി കഷ്ടപ്പെടുമ്പോൾ ബില്യൺ കണക്കിന് ഡോളറുകൾ മിസൈലുകൾക്കും ബോംബറുകൾക്കുമായി ചിലവാക്കുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് ചില അംഗങ്ങൾ തുറന്നടിച്ചു. ജനക്ഷേമ പദ്ധതികളെക്കാൾ പ്രതിരോധത്തിന് പ്രാധാന്യം നൽകുന്ന ട്രംപ് ശൈലിക്കെതിരെ വൻ പ്രതിഷേധമാണ് ഉയർന്നത്. യുദ്ധം മൂലം അമേരിക്കയിലെ ഇന്ധനവില കുതിച്ചുയരുന്നത് സാധാരണക്കാരെ നേരിട്ട് ബാധിച്ചിരിക്കുകയാണ്. ഗ്യാസ് വില വർദ്ധിക്കുന്നത് തടയാൻ ഭരണകൂടത്തിന് സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിനു മുന്നിൽ ഹെക്സത്തിന് കൃത്യമായ മറുപടി നൽകാനായില്ല. ഇറാനുമായുള്ള സംഘർഷം അന്താരാഷ്ട്ര എണ്ണ വിപണിയെ ബാധിച്ചതോടെ അതിന്റെ വില കൊടുക്കേണ്ടി വരുന്നത് അമേരിക്കൻ ജനതയാണെന്ന് സെനറ്റർമാർ ചൂണ്ടിക്കാട്ടി. ഭരണകൂടം സമർപ്പിച്ച 1.5 ട്രില്യൺ ഡോളറിന്റെ ഭീമമായ പ്രതിരോധ ബജറ്റാണ് ചർച്ചകളെ കൂടുതൽ പ്രകോപിപ്പിച്ചത്. അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനിക ബജറ്റുകളിൽ ഒന്നാണിത്. വിദ്യാഭ്യാസത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും മാറ്റിവെക്കേണ്ട തുക സൈനികവൽക്കരണത്തിനായി ഉപയോഗിക്കുന്നത് രാജ്യത്തിന്റെ ഭാവിയെ തകർക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. യുദ്ധക്കെടുതിയിൽ തകർന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെയോ യുദ്ധം വരുത്തിവെച്ച നാശനഷ്ടങ്ങളുടെയോ കൃത്യമായ കണക്ക് നൽകാൻ പ്രതിരോധ മന്ത്രാലയത്തിന് സാധിച്ചിട്ടില്ല. ഈ അപൂർണമായ റിപ്പോർട്ടുകൾ സെനറ്റർമാരെ കൂടുതൽ ചൂടിപ്പിച്ചു. വിവരങ്ങൾ മറച്ചുവെച്ച് കൂടുതൽ പണം ആവശ്യപ്പെടുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് അവർ സഭയിൽ വ്യക്തമാക്കി. ഹെക്സത്തിന്റെ മറുപടികൾ പലപ്പോഴും അവ്യക്തമായിരുന്നുവെന്നും സൈനികമായ വിജയങ്ങളെക്കുറിച്ച് മാത്രമാണ് അദ്ദേഹം സംസാരിച്ചതെന്നും വിമർശകർ പറയുന്നു. എന്നാൽ യുദ്ധത്തിന്റെ സാമ്പത്തിക വശങ്ങളെക്കുറിച്ചും അത് സാധാരണക്കാരന്റെ പോക്കറ്റിൽ ഉണ്ടാക്കുന്ന പരിക്കിനെ കുറിച്ചും സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഇത് സെനറ്റർമാരെ കൂടുതൽ പ്രകോപിതരാക്കി. ഇറാൻ യുദ്ധം അമേരിക്കയെ മറ്റൊരു കടക്കിണിയിലേക്ക് തള്ളിവിടുകയാണെന്ന ആശങ്കയും ചർച്ചകളിൽ നിറഞ്ഞു നിന്നു. അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും സംഭവിച്ചതുപോലെ ദശാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന സാമ്പത്തിക ബാധ്യതയായി ഈ യുദ്ധം മാറുമോ എന്ന ഭീതി പലരും പങ്കുവച്ചു. അനന്തമായ യുദ്ധങ്ങൾ അവസാനിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ട്രംപ് തന്നെ മറ്റൊരു യുദ്ധത്തിലേക്ക് പണമൊഴുക്കുന്നത് വൈരുദ്ധ്യമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടു. അമേരിക്കൻ കുടുംബങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ സഭയിൽ അക്കമിട്ട് നിരത്തിയാണ് പാറ്റി മുറെ ഹെക്സത്തിനെ നേരിട്ടത്. കുട്ടികളുടെ സംരക്ഷണത്തിനായുള്ള ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുമ്പോൾ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ പണം കണ്ടെത്തുന്നത് ആരെ സഹായിക്കാനാണെന്ന ചോദ്യം ഉയർന്നു. കോർപ്പറേറ്റ് യുദ്ധ ലക്ഷ്യങ്ങൾക്കായി സാധാരണക്കാരെ ബലിയാടാക്കരുതെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. പെന്റഗണിന്റെ കണക്കുകളിൽ കാണിച്ചിരിക്കുന്ന 29 ബില്യൺ ഡോളർ എന്നത് വെറും തുടക്കം മാത്രമാണെന്നും യഥാർത്ഥ ചിലവ് ഇതിലും എത്രയോ ഇരട്ടിയായിരിക്കുമെന്നും സെനറ്റ് സമിതി നിരീക്ഷിച്ചു. യുദ്ധം നീണ്ടുപോകുന്ന ഓരോ ദിവസവും അമേരിക്കൻ ഖജനാവിന് വൻ നഷ്ടമാണ് വരുത്തിവെക്കുന്നത്. ഈ സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഭരണകൂടം എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നതെന്ന് സഭ ചോദിച്ചു. ഇറാനുമായുള്ള സംഘർഷം നയതന്ത്രപരമായി പരിഹരിക്കുന്നതിന് പകരം സൈനികമായി നേരിടാൻ തീരുമാനിച്ചത് വലിയൊരു അബദ്ധമായിരുന്നുവെന്ന വാദവും ശക്തമായി. ആയുധ വ്യാപാരികളെ സഹായിക്കാനാണ് ഇത്തരം യുദ്ധങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നതെന്ന് ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളും ചർച്ചകളിൽ നിഴലിച്ചു. നികുതി പണം ആയുധ ലോബികൾക്ക് വീതിച്ചു നൽകുകയാണെന്ന ആരോപണവും ഉയർന്നു. ദേശീയ സുരക്ഷയുടെ പേര് പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കരുതെന്ന് സെനറ്റർമാർ ഹെക്സത്തിനോട് ആവശ്യപ്പെട്ടു.
ശരിക്കുള്ള സുരക്ഷ എന്നത് ജനങ്ങൾക്ക് ലഭിക്കുന്ന നല്ല ചികിത്സയും വിദ്യാഭ്യാസവുമാണെന്ന് അവർ ഓർമ്മിപ്പിച്ചു. യുദ്ധം കൊണ്ട് ഒരു ജനതയ്ക്കും സുരക്ഷ ലഭിക്കില്ലെന്നും മറിച്ച് ദാരിദ്ര്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും സഭയിൽ അഭിപ്രായമുയർന്നു. ബജറ്റ് ചർച്ചകൾക്കിടയിൽ ഉണ്ടായ വാക്കേറ്റങ്ങൾ പലപ്പോഴും സഭയുടെ നിയന്ത്രണം വിട്ടുപോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. ഭരണപക്ഷത്തുള്ള ചില അംഗങ്ങൾ പോലും ചിലവ് കുറയ്ക്കുന്ന കാര്യത്തിൽ സർക്കാരിനെ വിമർശിക്കാൻ തയ്യാറായി. ഇത് ട്രംപ് ഭരണകൂടത്തിനുള്ളിൽ തന്നെ രൂപപ്പെട്ട അഭിപ്രായ ഭിന്നതകളുടെ തെളിവായി കാണപ്പെടുന്നു. ഹെക്സത്തിനെതിരെയുള്ള ഈ ഗ്രില്ലിംഗ് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. യുദ്ധത്തിന്റെ ഓരോ ഡോളറിന്റെയും കണക്ക് ബോധിപ്പിക്കാതെ മുന്നോട്ടു പോകാൻ ഭരണകൂടത്തിന് സാധിക്കില്ല. ജനങ്ങളുടെ പ്രതിഷേധം തെരുവുകളിൽ നിന്ന് സഭയിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. യുദ്ധം മൂലം മുടങ്ങിപ്പോയ പല ആഭ്യന്തര പദ്ധതികളും പുനരാരംഭിക്കണമെങ്കിൽ ഈ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കണമെന്ന് സെനറ്റർമാർ ആവശ്യപ്പെട്ടു. റോഡുകളും പാലങ്ങളും തകർന്നു കിടക്കുമ്പോൾ ഇറാന്റെ മണ്ണിൽ ബോംബുകൾ വർഷിക്കുന്നതിൽ എന്ത് യുക്തിയാണുള്ളതെന്ന് അവർ ചോദിച്ചു. അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുമെന്ന് പറയുന്നവർ സ്വന്തം ജനതയുടെ ദാരിദ്ര്യം കാണുന്നില്ലേ എന്നായിരുന്നു പ്രധാന ചോദ്യം. ഇറാൻ യുദ്ധം അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ദുരന്തമായി മാറുമോ എന്ന ഭീതിയിലാണ് സാമ്പത്തിക വിദഗ്ധരും. പണപ്പെരുപ്പം വർദ്ധിക്കുന്നതും ഡോളറിന്റെ മൂല്യം ഇടിയുന്നതും യുദ്ധത്തിന്റെ നേരിട്ടുള്ള ഫലമാണെന്ന് അവർ വിലയിരുത്തുന്നു. രാഷ്ട്രീയമായ ലാഭത്തിനു വേണ്ടി രാജ്യം വലിയൊരു വില കൊടുക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് സഭ നൽകുന്നത്. ഹെക്സത്തിന്റെ നിലപാടുകൾ പെന്റഗണിന്റെ താൽപര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്നതാണെന്ന് സെനറ്റർമാർ ആരോപിച്ചു. രാജ്യത്തിന്റെ പൊതുവായ താൽപര്യങ്ങളെക്കാൾ സൈനിക മേധാവിത്വത്തിനാണ് അദ്ദേഹം മുൻഗണന നൽകുന്നത്. ഇത് ജനാധിപത്യപരമായ കീഴ്വഴക്കങ്ങൾക്ക് നിരക്കാത്തതാണെന്ന് സഭയിൽ വിമർശിക്കപ്പെട്ടു. സെനറ്റിലെ ഈ പോരാട്ടം വെറുമൊരു വാഗ്വാദം മാത്രമല്ല, മറിച്ച് അമേരിക്കയുടെ ഭാവി നയം തീരുമാനിക്കുന്ന ഒന്നാണ്. യുദ്ധം തുടരണോ അതോ ജനങ്ങളുടെ ക്ഷേമത്തിനായി പണം ചിലവാക്കണോ എന്ന ചോദ്യത്തിന് മുന്നിൽ ട്രംപ് ഭരണകൂടം ഉത്തരം പറയേണ്ടി വരും. വരും തിരഞ്ഞെടുപ്പുകളിൽ ഈ യുദ്ധച്ചിലവ് ഒരു പ്രധാന ചർച്ചാ വിഷയവുമായി മാറുമെന്ന് ഉറപ്പാണ്. പീറ്റ് ഹെക്സത്തിനെതിരെയുള്ള ഈ കുറ്റപ്പെടുത്തലുകൾ അമേരിക്കൻ രാഷ്ട്രീയത്തിലെ മാറുന്ന കാറ്റിന്റെ സൂചനയാണ്. യുദ്ധക്കൊതിയെ ജനങ്ങൾ വെറുക്കുന്നുവെന്നും അവർക്ക് ആവശ്യം സമാധാനവും സാമ്പത്തിക സുരക്ഷിതത്വവുമാണെന്നും ഈ സെനറ്റ് ഷോഡൌൺ തെളിയിക്കുന്നു. ഇറാൻ യുദ്ധത്തിന്റെ കനത്ത വില അമേരിക്കയെ എവിടെ എത്തിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.